Friends, welcome back to Ummachis Kitchen. നമ്മുടെ ഉമ്മച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ എന്താ പറയാ ഇന്നത്തെ നോക്കി ഈ കളർഫുള്ളോടെ ഒരു തുടക്കം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോൺ വെജ് റെസിപ്പിയാണ്. നോൺ വെജിന്റെ ഒരു രുചിക്കൂട്ട് തന്നെയാണ്. അപ്പൊ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എന്താണ് നോൺ വെജ് എന്ന് നോക്കിയാലോ. ഇത് തന്നെ കൊഴുവ നല്ല കഴുകി ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊഴുവ എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ചിലടത്ത് ചൂട, നത്തോലി എന്നൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല അതിനെക്കുറിച്ചൊന്നും. കൊഴുവയാണ് ഞങ്ങളിവിടെ പറയുന്നത്. കൊഴുവ ഇങ്ങനെ നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല അടിപ്പനാക്കി നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ട ചേരുവകളാണ് ഞാൻ നേരത്തെ ഇങ്ങനെ നല്ല സൂം ചെയ്ത് കാണിച്ചത്. കളർഫുൾ ആയിട്ടിരിക്കണുണ്ടോ. അപ്പം അതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കിക്കോളൂ. നമ്മളൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി എൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. കൊടമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുള്ളി അധികം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പിന്നെ ഒരു ചെറു പീസ് ഇഞ്ചി, 2 തക്കാളി, ഒരു കുറച്ച് പച്ചമുളക് ഉണ്ട്. 10-20 എണ്ണം കാണും. എരിവ് എന്തായാലും വേണം. എരിവില്ലെങ്കിൽ എന്താ പറയാ ഈ കറികൾക്കകത്ത് അത്ര രുചി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എന്താണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പിന്നെ ഇതിനകത്ത് ഉപ്പ് കാണിച്ചില്ല. ഉപ്പ് നമ്മൾ അപ്പം ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് പ്രത്യേകിച്ച് കാണിക്കാതെ. നമ്മളിങ്ങനെ എടുത്തു വെക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചതൊക്കെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉള്ളി നമ്മൾ ഇടാൻ പോകണം. ആദ്യം ഉള്ളി ഒന്ന് 2ആയിട്ട് വെറുതെ കീറി ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഇട്ടെല്ലാം നമ്മൾ ഈ മീനിലോട്ട് നേരിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൊടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇഞ്ചി അരിഞ്ഞേക്ക് നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഇതുപോലെ വെറുതെ കീറിയാണ് ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി ഇതുപോലെ 4 ആയിട്ട് അരിഞ്ഞ് നമ്മൾ 2 തക്കാളിയാണ് എടുത്തിരുന്നത്. അതിങ്ങനെ 4ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പില അതിട്ടു. ഇനി നമ്മൾ അടുത്തിടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ. തേങ്ങ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നേരെ ആ മീനിലോട്ട് എല്ലാം കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെല്ലാം കൂടെ അതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് അറിയാലോ, ഉപ്പ്. നമ്മൾ നേരത്തെ ഉപ്പ് കാണിച്ചില്ലെന്ന് പറഞ്ഞു. ആ ഉപ്പ് നമ്മൾ ഇപ്പം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എല്ലാം നമ്മളിപ്പോൾ പച്ചനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മളെല്ലാം കുഴച്ച് നല്ല കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രസമുണ്ട് കാണാനായിട്ട് തന്നെ. നേരെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേവുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം നമ്മൾ ഇതേക്കണ്ട ഇതുപോലെ കൈയും കൊണ്ട് ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തന്നെ അരപ്പിൽ നിന്നൊക്കെ വെള്ളം അതിലോട്ട് ഇറങ്ങിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തേക്കുന്നത്. വേവുന്ന വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വിഭവം ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയുള്ള സമയം. അപ്പൊ അത്ര ശരിക്കും പറയാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേറെ ഒരു പണിയില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വലിയ അരക്കലോ അങ്ങനെ ഒതുക്കലോ ഒന്നും തന്നെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ കൊഴുവ തോരൻ എന്ന് തന്നെ പറയാം. നമുക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചു നോക്കണം. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമുക്കിതൊന്ന് വെന്തിട്ട് ബാക്കി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കൊഴുവത്തോരൻ ഇങ്ങനെ നല്ല തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. നല്ല മണം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മാക്സിമം മീനൊക്കെ ഒന്ന് ഉടയാത്ത രീതിയിൽ വേണം ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പൊ നമ്മുടെ അടിപൊളി കൊഴുവ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട്. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് മീൻ കിട്ടിയാൽ അത് വെക്കുക. പിന്നെ ഈ പറഞ്ഞിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അരയ്ക്കാനോ മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കാനോ ഒന്നും നോക്കണ്ട. പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മുടെ ഈ കൊഴുവ തോരൻ.
നല്ല മണം വരുന്നുണ്ട്, നല്ല മണം വരുന്നുള്ള കളർഫുൾ ആയിട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ഉമ്മച്ചീസ് കിച്ചൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇതുപോലത്തെ രുചിക്കൂട്ടൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് എത്തും കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ രുചിക്കൂട്ടുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.